ആത്മാഭിമാന ബോധത്തിലേക്ക് നമ്മളെ നയിക്കുന്ന അഭിസംബോധന രീതിയാണിത്. ഇതൊരു കാലത്ത് നമുക്ക് നമ്മുടെ കൈമുതലായിട്ട് നമുക്കുണ്ടായിരുന്നു. പക്ഷെ കാലാന്തരത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് കുറെ കാലത്തേക്ക് അത് അച്ഛന്മാരെ അൽമായ സമൂഹം അഭിസംബോധന ചെയ്യുന്ന രീതിയായിരുന്നു. പിന്നീട് അത് മാറി. പിന്നീട് അച്ഛനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും ഗുഡ് ഈവനിങ്ങും ഒക്കെ ആയിട്ട് മാറി. പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ ഈ യുവജനങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഞാൻ ഏറെ വേദനയോട് കൂടെ കണ്ട ഒരു കാര്യമുണ്ട്. പിള്ളേര് പരസ്പരം അസ്സലാമു അലൈക്കും, വാലൈക്കും അസ്സലാം എന്നൊക്കെ നമ്മുടെ ക്രിസ്തീയ പിള്ളേര് ഇത് പറയുന്നതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മുടെയൊക്കെ കാരണവന്മാരെ ഉണ്ടാക്കി വെച്ച ഒരു ബോധ്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംസാര ശൈലി നമുക്കുണ്ടായിരുന്നു. പക്ഷേ കാലാന്തരത്തിൽ ഈ ബോധ്യം നഷ്ടപ്പെട്ടപ്പോൾ ഈ സംസാര ശൈലിയും അതിലൂടെ നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള പല നന്മകളും നമുക്ക് ഇല്ലാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ള കാര്യം, ഈ പ്രോഗ്രാമിന്റെ ഒരു വിജയത്തിന്റെ ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത് ധൈര്യത്തോടു കൂടെ നമുക്ക് മുൻപിലുള്ള ക്രിസ്ത്യാനിയെ നോക്കിക്കൊണ്ട് അവനോട് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയാനും, തിരിച്ച് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് മറുപടി പറയാനുമുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. ഉണ്ടാകുമോ? 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 പോരാ, ധൈര്യമില്ല. ധൈര്യമില്ലാത്ത ക്രിസ്ത്യാനിക്ക് ഈ നാട്ടിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. 33-ാമത്തെ വയസ്സിൽ കർത്താവ് ഈശോ മിശിഹ കുരിശിൽ മരിച്ചത് അവന് ധൈര്യമുണ്ടായിരുന്നതുകൊണ്ടാണ്. അവൻ കുരിശിൽ മരിച്ചതുകൊണ്ടാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ രക്ഷിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ വീണ്ടും ചോദിക്കുന്നു, ധൈര്യമുണ്ടോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് ഇന്ന് മുതൽ അഭിസംബോധന ചെയ്യാൻ? ഉണ്ടോ? ഉണ്ടോ? യെസ്. സ്നേഹം നിറഞ്ഞവരെ, ഇതാണ് ക്രിസ്തീയതയ്ക്കുണ്ടാകേണ്ട ബോധ്യം. ഞാൻ മാമോദീസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ അതെന്തുകൊണ്ട് ഞാൻ മാമോദീസ സ്വീകരിക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഞാൻ എനിക്ക് കിട്ടിയ ഒരു ഉത്തരമുണ്ട്. അത് ദൈവത്തിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത്തെ പഴയ നിയമത്തിൽ പിതാവായ ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാ? അത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു, ദൈവത്തിന്റെ ഇഷ്ടമായിരുന്നു. അത് ഇസ്രായേൽ ജനത്തിന്റെ മഹിമ കൊണ്ടായിരുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത ജനം മഹിമയുള്ളതായിട്ട് മാറി. ഞാനും നിങ്ങളുമൊക്കെ ക്രൈസ്തവ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച് നമുക്ക് ഓർമ്മയില്ലാത്ത കാലത്തിൽ മാമോദീസ വെള്ളം തലയിൽ വീണ് നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒക്കെ നമുക്ക് വേണ്ടി ഈ ക്രിസ്തീയ ബോധ്യത്തിന്റെ ഈ അടിസ്ഥാനം നമുക്ക് മാമോദീസയുടെ പകർന്നു നൽകിയിട്ടുണ്ട് എങ്കിൽ അത് നമ്മുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ മെച്ചം കൊണ്ടല്ല, മറിച്ച് ക്രിസ്തു നിങ്ങളെ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജന്മം നൽകി നിങ്ങളെ പ്രത്യേകമാവിധം സ്നേഹത്തോടു കൂടെ തിരഞ്ഞെടുത്തു എന്നുള്ളത്. ഈ ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. ഈ ബോധ്യമുണ്ടാകുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ സകല സഭകളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു അടിസ്ഥാന സത്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. അതെന്താണെന്നറിയുമോ? മാമോദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന്റെ മൗതിക ശരീരമാകുന്ന ഈ സഭയിലെ അംഗമാണ് എന്ന്. അത് പൗലോസിന് വേറെ എവിടുന്നും കിട്ടിയതല്ല. ദമാസ്കസിലേക്ക് സാവൂളായിരുന്നവൻ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരെ പീഡിപ്പിക്കുവാൻ വേണ്ടി പോയപ്പോൾ അവനെ കുതിരപ്പുറത്തുനിന്ന് തള്ളിയിട്ടിട്ട് അവനോട് ഈ ക്രിസ്തു പറഞ്ഞു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിക്കാൻ പോയ സാവൂളിനോട് കർത്താവ് ചോദിച്ചത്, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന. ആ ബോധ്യമാണ് പൗലോസ് എന്ന വലിയ ദൈവശാസ്ത്രജ്ഞനെ ഈ ലോകത്തിന് സമ്മാനിച്ചത് എന്നുള്ളത് തിരിച്ചറിയണം. സാവൂളായി സഭയെ അകത്തു നിന്നും പുറത്തു നിന്നും ആക്രമിക്കാനുള്ള പ്രവണതകളുമായി നമ്മൾ ആരെങ്കിലും, സഭയോടുള്ള വെറുപ്പ് കൊണ്ട് നമ്മൾ ആരെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ഈ ദിവസം പരിശുദ്ധാത്മാവ് ഈ പ്രോഗ്രാമിലൂടെ നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്നറിയോ? സാവൂൾ, നീ അറിഞ്ഞോ അറിയാതെയോ മറ്റു പലരുടെയും തെറ്റുകൾ കാരണങ്ങളാകുന്നുണ്ടെങ്കിൽ പോലും നീ പീഡിപ്പിക്കുന്നത് എന്നെയാണ്, നിന്റെ രക്ഷകനായ ക്രിസ്തുവിനെയാണ്. നീ അവനെ പീഡിപ്പിച്ചാൽ എന്താണോ ഈ ലോകത്ത് അവന്റെ ശത്രുക്കൾക്ക് ചെയ്തു തീർക്കാനുണ്ടായിരുന്നത് അത് തന്നെയാണ് ഈ ലോകത്ത് നീ ചെയ്തു തീർത്തുകൊണ്ടിരിക്കുന്നത്. നിന്നെ വിളിച്ച ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പിശാച് നിന്നെ കൂട്ടിക്കൊണ്ട് നടത്തുകയാണ് എന്ന്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, അടിസ്ഥാനപരമായി മാമോദീസ വെള്ളം തലയിൽ വീണ ക്രിസ്ത്യാനിക്കുണ്ടാകേണ്ട ബോധ്യം ഞാൻ ക്രിസ്തുവാണ് എന്നുള്ള ബോധ്യമാണ്. ഞാൻ ക്രിസ്തുവാണെന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്,
കർത്താവ് ഈശോ മിശിഹാ കാൽവരിയിൽ സഹിച്ച പീഡകളുടെ കുറവിനെ ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. കാരണം എന്താ? കാരണം കർത്താവ് ഈശോ മിശിഹാ കാൽവരിയിൽ സഹിച്ചാണ് ഈ ലോകത്തിന് രക്ഷ നൽകിയത്. അതുകൊണ്ട് ഇന്ന് സഹന മരണ ഉത്ഥാനങ്ങളിലൂടെ കർത്താവ് ഈശോ മിശിഹാ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുമ്പോൾ ഇന്നും കർത്താവിന് ഈ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യണം. ആ രക്ഷ അവിടുന്ന് പ്രദാനം ചെയ്യുന്നത് അവിടുന്ന് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ച അവിടുത്തെ മൗതിക ശരീരത്തിലൂടെയാണ്. അത് സഭയിൽ അംഗങ്ങളായ നമ്മൾ ഓരോരുത്തരിലൂടെയുമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനി നന്മയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, ത്യാഗങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവനെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഈ ലോകത്തെ മുഴുവനുമാണ്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ പൂർവികർ ചാവറയച്ചന്റെ നേതൃത്വത്തിൽ പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ഒരാശയം രൂപീകരിച്ച് ദാരിദ്ര്യത്തിന് നടുവിലും പിടിയരി മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ദാരിദ്ര്യം കൊണ്ട് മറ്റുള്ളവർക്ക് അന്നമൂട്ടി അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ തച്ചുടച്ചതും വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഇട്ടുകൊടുത്തതും ത്യാഗം ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇവിടെ കാണുന്ന പല വീഡിയോയുമുണ്ട്. അക്കാമച്ചറിയാൻ ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ടൈറ്റസ് തേവർത്തുണ്ടിയിൽ, ചരിത്രത്തിലൊന്നും നമ്മുടെ പിള്ളേരൊന്നും ഇവരുടെ പേര് പഠിക്കുന്നില്ല. പക്ഷേ ഇതുപോലെയുള്ള ധീരദേശാഭിമാനികളായിട്ടുള്ള ക്രൈസ്തവരുടെ ത്യാഗപൂർണമായിട്ടുള്ള ജീവിതത്തിന്റെ ഫലമാണ് ഇന്ന് ഈ കേരളം ഇതുപോലെ സാംസ്കാരിക കേരളമായിട്ട് തീരുന്നത് എന്ന അഭിമാനം നമുക്കുണ്ടാകണം. ആ അഭിമാനം ഉണ്ടാകുമ്പോഴാണ് ഇന്ന് നമ്മുടെയൊക്കെ സ്കൂളുകളുടെ നേരെയും നമ്മുടെയൊക്കെ സന്യസ്തരുടെ നേരെയും നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ മേലും അടച്ചാക്ഷേപങ്ങൾ സംഘടിതമായിട്ടുണ്ടാകുമ്പോൾ അവനോട് നീ പോടാ പുല്ലേ, നിന്നെ ഇത് പറയാൻ പ്രാപ്തനാക്കിയത് എൻ്റെ അപ്പനും എൻ്റെ വല്യപ്പനും അടങ്ങുന്ന ക്രൈസ്തവ സമൂഹമാണെന്ന്, അതിനുള്ള ആർജവത്വമാണ് ഉണ്ടാകേണ്ടതെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് 5 മിനിറ്റ് കഴിഞ്ഞ് കാണുമല്ലേ, സമയം നിർത്താനാവുമ്പോൾ പറയണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മളെ ചലിപ്പിക്കണം. നമ്മൾ ആരാണെന്ന് ബോധ്യമില്ലാത്തത് നമ്മളെ ചലനമില്ലാത്തവരാക്കി മാറ്റുന്നുണ്ട് എങ്കിൽ നമ്മൾ ആരാണെന്നുള്ള ബോധ്യം നമ്മളെ ചലിപ്പിക്കണം. എന്താണ് നമ്മുടെ പ്രത്യേകത എന്നറിയോ? നമ്മൾ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. വി ആർ കോൾഡ് ടു ബി എ കമ്മ്യൂണിറ്റി. നമ്മൾ കൂട്ടായ്മയിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ ചൈതന്യം അതായിരുന്നു. അവർ ഒരുമിച്ച് കൂടി, അവർ ഒരുമിച്ച് അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു, അവർ ഒരുമിച്ച് അപ്പസ്തോലന്മാരിൽ നിന്ന് കേട്ടു, അവർക്കുണ്ടായിരുന്നത് അവർ ഒരുമിച്ച് പങ്കുവച്ചു. ഇതാണ് ആദിമ സഭയിൽ ഉണ്ടായിരുന്ന കൂട്ടായ്മ. ആ കൂട്ടായ്മയാണ് ഇവിടെ ഉണ്ടായിരുന്ന കുടിയേറ്റ ക്രൈസ്തവരായിട്ടുണ്ട് നമ്മുടെ പൂർവികർക്ക് ഉണ്ടായിരുന്നത്. പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ ശക്തിപ്പെടാൻ ഒരുമ വേണമെന്ന് തിരിച്ചറിഞ്ഞവർ പിന്നീട് കാലാന്തരത്തിൽ ശക്തിപ്പെട്ടപ്പോൾ ഈ ഒരുമ നഷ്ടപ്പെട്ട് ശക്തി ഇല്ലാത്തവരായി ക്ഷയിച്ചു പോയി. അതിന്റെ പരിണിതമായിട്ടുള്ള ഫലം അനുഭവിക്കുന്ന നമ്മൾ ഇനി ഒരു തിരിച്ചറിവുണ്ടാകണം. ദൈവശാസ്ത്രജ്ഞന്മാർ ഇപ്രകാരം പറയും, യു ഹാവ് ടു മൂവ് ടു റിട്ടേൺ ടുവാർഡ്സ് ദ സോഴ്സസ്. ഉറവിടങ്ങളിലേക്ക് മടങ്ങിപ്പോകണം. എന്തായിരുന്നു ക്രൈസ്തവതയുടെ ഉറവിടം? അത് കൂട്ടായ്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള, സത്യദൈവത്തിൽ അധിഷ്ഠിതമായ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന കൂട്ടായ്മയായിരുന്നു. ആ കൂട്ടായ്മയിലേക്കും ധൈര്യത്തിലേക്കും തിരികെ നടക്കാനുള്ള വിളിയാണ് നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയിലേക്കുള്ള വിളിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഡീൽ ചെയ്യുന്ന വിഷയം ക്രൈസ്തവ സമുദായ സംഘടനകൾ, സാധ്യതകളും വെല്ലുവിളികളും എന്നുള്ളതാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഈ സമുദായം എന്ന് പറയുന്ന ഒരു പദം, ആ സമുദായം എന്ന് പറയുന്ന പദം പലതരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയോ അതല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പദം എന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന എല്ലാ നേതൃത്വത്തിലുള്ളവരുണ്ട്, അൽമായ സമൂഹത്തിലുള്ളവരുണ്ട്, വിവിധ മേഖലകളിലുള്ളവരുണ്ട്. പക്ഷെ എന്താണ് ഈ സമുദായം, എന്താണ് ഈ സഭയും സമുദായവും തമ്മിലുള്ള വ്യത്യാസം? പ്രത്യക്ഷത്തിൽ ഇതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. മാമോദീസ സ്വീകരിച്ച ഓരോരുത്തരും ഈ സഭയിലെ അംഗമാകുമ്പോൾ ആ സഭാ സംവിധാനം പ്രതിനിധാനം ചെയ്യുന്നത് ഈ ക്രിസ്തീയതയുടെ ഉൾക്കാമ്പാകുന്ന അതിൻ്റെ ആത്മീയ ബോധ്യങ്ങളാണ്. പക്ഷേ ഈ ആത്മീയ ബോധ്യങ്ങളിൽ അധിഷ്ഠിതമായി ഈ ക്രിസ്ത്യാനിയും ക്രിസ്തീയ കൂട്ടായ്മയും ഇവിടെ ജീവിക്കുമ്പോൾ അവൻ നിരന്തരം ഭൗതിക സാഹചര്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ആ ഭൗതിക സാഹചര്യങ്ങളിലെ സമുദായ ക്രൈസ്തവ അംഗങ്ങളുടെ കൂട്ടമായും ഒറ്റയായിട്ടുമുള്ള ഇടപെടലുകളെയാണ് സാമുദായികത എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അച്ഛാ?
സഭ അതിൻ്റെ ആത്മീയ മേഖലയെ കൂടുതൽ പരിപുഷ്ടമാക്കാൻ പരിശ്രമിക്കുമ്പോൾ ഇതിന്റെ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്നതിന്റെ പേരാണ് സാമുദായികത എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ഹൈന്ദവ അമ്പലങ്ങളിലൊക്കെ ഈ ശ്രീകോവിലുണ്ട്. ശ്രീകോവിലിന് ചുറ്റും ചുറ്റമ്പലമുണ്ട്. ഈ ശ്രീകോവിലിനെ സംരക്ഷിക്കുക, അതിന്റെ പവിത്രതയെ കൂടുതൽ നശിപ്പിക്കുന്ന ശക്തികളെ എതിർക്കുക എന്നുള്ളതാണ് ഈ ചുറ്റമ്പലങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ സഭ എന്ന് പറയുന്ന ഈ സംവിധാനം അതിന്റെ ശ്രീകോവിലാണ് എങ്കിൽ ആ സഭയെ സംരക്ഷിക്കുന്ന ചുറ്റമ്പലമാണ് സാമുദായികത എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ആശയപരമായിട്ട് തന്നെ നമ്മൾ ഇതിനെ ഇത്തരത്തിൽ മനസ്സിലാക്കുമ്പോഴേ നമുക്ക് എന്തിനാണ് സാമുദായിക സംഘടിതത്വം, സാമുദായിക കൂട്ടായ്മ ആവശ്യമായിട്ട് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മളുടെ നെഹെമ്യായോട് യഹോവ പറഞ്ഞു, നീ ഇസ്രായേൽ ജനത്തിന് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ടമതിലുകൾ കെട്ടണം. സമുദായ നേതൃത്വം, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സഭയാകുന്ന ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന് ചുറ്റും സംരക്ഷണത്തിന്റെ കോട്ടമതിലുകൾ കെട്ടുന്നവരാണ്. അതാണ് സമുദായത്തിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് ക്ലിയറായി എന്ന് വിശ്വസിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് ഈ സഭ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ചോദ്യം, സമുദായം അതിന്റെ പൂർണ്ണതയിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടോ? ഉത്തരം പറ. സഭ ഇവിടെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. സഭയിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എന്റെ ചോദ്യം, സമുദായം എന്നൊന്ന് ഇവിടെ ഉണ്ടോ? ഇല്ല. നമുക്കൊരു സമുദായ സംഘടനയുണ്ടോ? ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതിന്റെ പേര് അത്ര കണ്ട ആർക്കും പരിചയമില്ല, അതിനെക്കുറിച്ച് അഭിമാനവുമില്ല. ഇവിടെ ഹൈന്ദവ സമൂഹത്തിന്, ഈഴവ സമൂഹത്തിന് SNDP എന്ന് പറയുന്ന ഒരു സമുദായ സംഘടനയുണ്ട്, അതിനൊരു നേതാവുമുണ്ട്. നായർ സമുദായത്തിന് NSS ഉണ്ട്, അതിനൊരു നേതാവുണ്ട്. ഇവിടെയുള്ള സീറോ മലബാർ ക്രൈസ്തവ സമുദായത്തിന് ഒരു സമുദായ സംഘടനയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ 104 വർഷത്തിന്റെ പാരമ്പര്യത്തിന്റെ പ്രൗഢി ഈ സംഘടനാ സംവിധാനത്തിനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രതിസന്ധികൾ ഉടലെടുത്തപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് 1904 കാലഘട്ടത്തിലാണ് ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് എന്ന് വേണ്ട, ബ്രാഹ്മണ സമുദായം ഒഴികെ മറ്റൊരു മത സമൂഹത്തിനും ഗവൺമെന്റ് ജോലി മേഖലകളിൽ പങ്കാളിത്തമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് ഇവിടെയുള്ള മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് അന്നത്തെ ക്രൈസ്തവ സമൂഹം ഇതര മതസമൂഹങ്ങളെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അന്ന് സ്ഥാപിതമായതാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഈ സുറിയാനി ക്രിസ്ത്യാനിയുടെ സമുദായ സംഘടന. അത് പിന്നീട് അങ്ങ് വിമോചന സമരത്തിന് പോലും ചുക്കാൻ പിടിച്ചതിന്റെ ചരിത്രം, നീണ്ടു നിവർന്നു കിടക്കുന്ന ചരിത്രങ്ങൾ 2 വോള്യങ്ങളിലായി ഇവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വായിച്ചു നോക്കാൻ നമുക്ക് സമയമില്ല, കാരണം സമുദായ ബോധം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കാലാന്തരത്തിൽ ഇതൊരു സംഘടിത ശക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഒരു പക്ഷേ ഇതിൽ രാഷ്ട്രീയ താല്പര്യമുള്ളവർ നുഴഞ്ഞു കയറിയിട്ടുണ്ടാകാം. 1. 2, ഇത് നമ്മൾ സ്വയം ശക്തിപ്പെട്ടപ്പോൾ കൂട്ടായ്മയുടെ ആവശ്യമില്ല എന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് ഈ സംഘടനാ സംവിധാനങ്ങളിലുള്ള പ്രവർത്തനത്തിന്റെ കാര്യക്ഷമത നമുക്ക് കുറഞ്ഞുപോയി. ഇതാണ് സത്യം. അതായത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ഇന്ന് നിങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ചങ്കിടിക്കുന്നത് ആരുടെയാന്ന് നിങ്ങൾക്കറിയോ? ആർക്കെങ്കിലും അറിയാവോ? രാഷ്ട്രീയക്കാർക്കായിരിക്കും. കാരണം എന്താ? സാമുദായികമായിട്ടുള്ളൊരു വിശ്വാസ സമൂഹം ഒന്നിക്കുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകാതെ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്ക് പിന്നാലെ പോകാൻ കെൽപ്പുള്ള ഒരു സമൂഹം ഇവിടെ രൂപപ്പെടുമെന്നുള്ളതാണ്. ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ചില സത്യങ്ങൾ ഉറക്കെ പറയുമ്പോൾ അതാദ്യം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും കാലാന്തരത്തിൽ അത് സത്യമാണെന്ന് തെളിയിക്കപ്പെടും. കാരണം സത്യത്തെ ഒരിക്കലും മൂടി വെക്കാൻ ആർക്ക് സാധിക്കില്ല. കാരണം സത്യം ക്രിസ്തുവാണ്. എന്താണ് സത്യമെന്ന് ക്രിസ്തു ചോദിച്ചപ്പോൾ അതിനുത്തരം ക്രിസ്തു പറഞ്ഞില്ല. ക്രിസ്തു തന്റെ ജീവിതം കൊണ്ടാണ് കാണിച്ചു കൊടുത്തതെങ്കിൽ സത്യത്തെ മൂടി വെക്കാൻ ആർക്ക് സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ സത്യം അതിന്റെ മറ നീക്കി പുറത്തു വരും. കൂടുതൽ കൃത്യത ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് ഈ സമുദായം ഇന്ന്
അതിന്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? ഈ സഭയുടെ സംവിധാനങ്ങളെ അത് ശിഥിലമാക്കിക്കൊണ്ടിരിക്കുക. ഈ അടുത്ത കാലങ്ങളിലൊക്കെയായി നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നേരെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മുടെ സമർപ്പിതരുടെ നേരെ കടന്നാക്രമണങ്ങൾ ഉണ്ടാകുകയാണ്. നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾക്ക് നേരെ കടന്നാക്രമണം ഉണ്ടാവുകയാണ്. കാരണം എന്താ? കാരണം ഈ സഭയാകുന്ന ഈ സംവിധാനത്തിന്റെ ബോധ്യം ഈ സഭയിലെ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് നമുക്ക് പുറത്തുള്ളവർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞേ സാധിക്കൂ. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അടുത്ത കാലഘട്ടത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമാണ് നമ്മുടെ പാലാ പിതാവിന്റെ നാർക്കോട്ടിക് ജിഹാദ് പ്രസ്താവന. വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നു. പക്ഷേ സമുദായം ഒറ്റക്കെട്ടായി ആ പിതാവിന്റെ കൂടെ നിന്നപ്പോൾ ബാഹ്യ ശക്തികൾക്കൊന്നും അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളിൽ നിറഞ്ഞ പ്രഘോഷണങ്ങളെ തകർത്താൻ സാധിച്ചില്ല എന്നുള്ളതൊരു സത്യമാണ്. ആണോ? ഇവിടെ പാലാ പിതാവ് കർഷകരുടെ കൂടെ നിൽക്കുന്നവർക്ക് അവരെ രാഷ്ട്രീയമായിട്ട് പിന്തുണയ്ക്കും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെയുള്ള ക്രൈസ്തവരെല്ലാവരും കൂടെ BJPക്ക് വോട്ട് കുത്താൻ ആഹ്വാനം ചെയ്തുവെന്ന് ഇവിടെയുള്ള ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെ പ്രൊപ്പഗാൻഡകൾ സൃഷ്ടിച്ചപ്പോൾ അത് പിതാവിനെ ബാധിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ആ മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹവും കർഷക സമൂഹവും ഒറ്റക്കെട്ടായി ആ പിതാവിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട്. അതുകൊണ്ട് ഈ പിതാക്കന്മാരുടെ അരമനയുടെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞ എല്ലാ രാഷ്ട്രീയക്കാരും അരമനയുടെ തിണ്ണ കയറി. കാരണം എന്താ? സമുദായം കൂടെയുണ്ട് എന്നുള്ളതാണ്. സമുദായം കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ മീഡിയയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരു കോൺഗ്രസിന്റെ പ്രതിനിധി ഇപ്രകാരം പറഞ്ഞു: ക്രിസ്ത്യാനിയുടെ വോട്ടവകാശത്തിന്റെ അട്ടിപ്പേറവകാശം ആർക്കും ഒരു മെത്രാനും എഴുതി കൊടുത്തിട്ടില്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനിയുടെ അട്ടിപ്പേറവകാശം മേടിക്കാൻ വേണ്ടി വീണ്ടും ഈ നേതാക്കളുടെ ഈ സഭാപിതാക്കന്മാരുടെ അടുക്കലേക്ക് ഇവർ കടന്നു വന്നത്? അതുകൊണ്ട് സമുദായം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. സമുദായം എത്ര മിനിറ്റ് കൂടെ ഉണ്ട്? 2 മിനിറ്റ് കൂടെ ഉണ്ട്. സമുദായം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. ഇനി സ്നേഹം നിറഞ്ഞവരെ, അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, സാമുദായികമായിട്ടുള്ള ശക്തിയിലേക്ക് ഒരു സമൂഹം നടന്നെടുക്കണമെങ്കിൽ ഒരു കൊടിയുടെ കീഴിൽ അണിനിരക്കാൻ നമുക്ക് സാധിക്കണം. അത് ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സമുദായ സംഘടനയുണ്ട്. ആ സമുദായ സംഘടനയുടെ പ്രത്യേകത എന്താണ്? ആ സമുദായ സംഘടന ഈ സമുദായത്തിന്റെ ആവശ്യങ്ങളിലേക്ക് നിരന്തരം സാഗൂതം കാതുകൂർപ്പിച്ചിരിക്കുന്നവരാണ്, കണ്ണു നട്ടു നിൽക്കുന്നവരാണ്. ആ സമുദായ സംഘടന ഇവിടെ ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ ആ സമുദായ സംഘടനയ്ക്ക് ഇവിടെ രാഷ്ട്രീയ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുള്ളൂ. നേരാണോ? എങ്കിൽ നമുക്ക് ഒരുപാട് സംഘടനകൾ ഉണ്ടായിക്കൊള്ളട്ടെ. ഇവിടെ ഔദ്യോഗികവും അനൗദ്യോഗികവുമായിട്ടുള്ള നിരവധി സംഘടനകളുണ്ട്. ഒരുപക്ഷെ ഓരോ സംഘടനയ്ക്കും ചെയ്യേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങളുമുണ്ട്. എൻ്റെ ചോദ്യം, നിങ്ങൾക്ക് ഈ സീറോ മലബാർ സമുദായ അംഗങ്ങൾക്ക് ഈ സമുദായ സംഘടനയുടെ ഈ കൊടിയുടെ കീഴിൽ ഒരേ ശക്തിയോടുകൂടെ അണിനിരക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചാൽ മാറ്റമുണ്ടാകും. അതിൻ്റെ മാറ്റമാണ് ഈ കക്കുകളി നാടകവുമായി ബന്ധപ്പെട്ട് എടച്ചേരിയിൽ നടന്നത്. താമരശ്ശേരി രൂപത സാമുദായികമായിട്ടുള്ള ഐക്യത്തോടുകൂടെ ഈ ബഹുമാനപ്പെട്ട സന്യാസിനികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വലിയ ഒരു ശക്തിയായി സമുദായം കൂടെ നിന്നപ്പോൾ ഇവിടെ വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. വരും ദിവസങ്ങളിൽ അതിൻ്റെ അലയടികൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും വൈകിപ്പോയി, ആരുടെയാ കുറ്റം? എൻ്റെ പിഴ എന്ന് ഈ സമുദായത്തിന്റെ തലപ്പത്തുള്ളവർക്ക് തൊട്ട് താഴ്ത്തട്ടിലുള്ളവർക്ക് വരെ പറയാം എൻ്റെ പിഴ എന്ന്. പക്ഷേ കർത്താവ് ഈശോ മിശിഹ ഒരിക്കൽ വന്നുപോയ തെറ്റിനെ കുറിച്ച് മനസ്തപിക്കുന്നവന് അവന്റെ പാപത്തിന്റെ ബലഹീനതകളെ നീക്കാൻ അവനൊരു കുമ്പസാരക്കൂട് നൽകിയിട്ടുള്ളത് പോലെ മാറ്റത്തിന് തിരിതെളിക്കാൻ നമുക്ക് കർത്താവ് ഇപ്പോഴും അവസരം നൽകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വഴിയെ ചർച്ചയുടെ സമയത്ത് പറയാം.
ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.